ഹലോ മീഡിയാസ്. അപ്പോൾ ഫാർമ എന്ന സീരീസ് ഇറങ്ങിയ കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇനി ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണം. കാരണം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കാണാൻ വേണ്ടി തന്നെ നിർബന്ധമായും ഇറക്കിയ ഒരു സീരീസ് കൂടിയാണ് അത്. സാധാരണ എന്തെങ്കിലും കാണാൻ വിട്ടുപോയാലൊന്നും പ്രയാസം വേണ്ട. കാര്യം ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടിരിക്കണം. കാര്യം നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സീരീസ് കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മരുന്ന് അസുഖം എന്ന് കേട്ടാൽ ഓടിപ്പോയി മരുന്ന് വാങ്ങി കഴിക്കുന്ന, അല്ലെങ്കിൽ മരുന്നിലൂടെ ജീവിക്കുന്ന, ചോറ് കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കുന്ന മലയാളികൾ സെപ്പറേറ്റ് എടുത്തു പറയേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. എന്ന് വെച്ച് നാളെ പല്ല് കടുത്ത അസുഖം വന്ന, അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട എന്നൊന്നും അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വ്യാജ മരുന്നുകൾ ഇറങ്ങുന്നത് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ കുറേ സംഭവങ്ങൾ വാർത്തയിലൂടെയും നമ്മൾ അറിഞ്ഞ കാര്യമാണ് അല്ലെ. വ്യാജ മരുന്നുകൾ കഴിച്ചിട്ട് ഉണ്ടായ ദോഷഫലങ്ങൾ, അതുമല്ല ഒരു കഫ് സിറപ്പ് കുട്ടികൾ മരണപ്പെട്ട കാര്യം. ഇനി മുതൽ നിർബന്ധമായും ഡോക്ടർ കുറിപ്പടി ഇല്ലാതെ ചുമ മരുന്നുകൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ചുമ മരുന്നുകളെന്നല്ല, ഏതൊരു മരുന്നും ശരിക്കും ഡോക്ടറെ കണ്ട് അസുഖം തിരിച്ചറിഞ്ഞൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം ഞാൻ പറയാം. കടുത്ത ചുമയായിട്ട് വന്നൊരു കസ്റ്റമറാണ്. അപ്പോൾ ആൾക്ക് ഫസ്റ്റ് തന്നെ ആന്റിബയോട്ടിക് എനിക്ക് വേണം. അപ്പം നമ്മൾ പറഞ്ഞു ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ എങ്ങനെയാണ് ആന്റിബയോട്ടിക് തരിക, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ആന്റിബയോട്ടിക് ആണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പം പറഞ്ഞപ്പോൾ ആൾ പറയൂ എനിക്ക് ഇനി അതിന് വേണ്ടി ഡോക്ടറെ കാണാൻ, നിങ്ങൾക്ക് തരാൻ പറ്റുവാണെങ്കിൽ തരാം. നമ്മളെ കുറ്റപ്പെടുത്താണ് ആള്. അതിന്റെ ദോഷം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ആള് നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. അതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ തരണം. ആള് മേടിക്കാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ആന്റിബയോട്ടിക് കൊടുക്കാത്തതിന്റെ പേര്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് മനുഷ്യരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത്. മരുന്ന് നേരെ എന്താണെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മരുന്ന് മേടിച്ചങ്ങ് കഴിക്കുക, സ്വന്തമായിട്ട് കാണുന്ന മരുന്ന് മേടിച്ച് കഴിക്കാം. അപ്പൊ എന്താണെങ്കിലും ഈ ഫാർമ എന്ന സീരീസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇത് ഇത്ര എപ്പിസോഡ് സീരീസ് ആയിട്ട് ഇപ്പൊ ഇറങ്ങി. കാര്യം ഒരാളും തന്നെ പബ്ലിക്കിന് മുന്നിലേക്ക് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PR അരുൺ എന്ന വ്യക്തി ഈ ഒരു സീരീസിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടത് എന്നുള്ളതാണ്. എന്ത് തോന്നി എന്ന് എനിക്കറിയില്ല. കാര്യം ഇവൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഡോളോ എന്ന് പറയുന്ന സംഭവം, ഒരു മരുന്ന് അനാവശ്യമായി വാരി കഴിക്കുന്നതിനെ കുറിച്ച് എതിരെ ഞാനൊരു പ്രതികരിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അത്യാവശ്യം ഭീഷണികളൊക്കെ എനിക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഡോളോ കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കടുത്ത പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോളോ തന്നെയാണ് കഴിക്കുന്നത്. ഡോക്ടർ കുറിപ്പടി എഴുതാറുമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ, ചെറിയൊരു തലവേദന ഇതുവഴി പോകുമ്പോൾ തന്നെ 650 mg ഡോളോ എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ അനാവശ്യമായിട്ടാണ് ആ ഡോളോയുടെ ഒരു യൂസ് നമുക്ക് എന്ന് പറയുന്നത്. കുഞ്ഞു കുട്ടികൾക്ക്, അതായത് 5-6 വയസ്സുള്ള കുട്ടികൾക്ക് 650 mg ഡോളോ കൊടുക്കും. നിങ്ങളുടെയൊക്കെ വിചാരം അത് കൊടുത്തു കഴിഞ്ഞാൽ ടപ്പേന്ന് അസുഖം അങ്ങ് മാറുന്നതാണ്. ഓരോരുത്തരുടെ ആ 650 mg ഡോളോ എന്ന് പറയുന്നത് എത്ര ഗ്രാം, എത്ര ഫീവർ ടെമ്പറേച്ചറിൽ, എത്ര ഏജിൽ, എത്ര വെയിറ്റിൽ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു ഡോക്ടറിന് മാത്രമാണ് നിങ്ങൾക്ക് കുറിച്ച് തരാൻ പറ്റുന്നത്. തോന്നുന്ന പോലെ ഡോളോ കഴിക്കുന്ന പ്രവണത, പ്രത്യേകിച്ച് കൊറോണ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പൊന്നു, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രതികരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഞാൻ കഴിക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാം. അപ്പൊ ഈ ഒരു കാര്യം, അപ്പൊ PR അരുൺ എന്തായാലും ഫാർമ എന്ന സീരീസിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളത് കാണണമെന്നുള്ളത്, നിങ്ങളത് പഠിക്കണമെന്നുള്ളത്. കാരണം ഇതാണ് ഇതിന്റെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മരുന്ന് കഴിക്കണ്ട എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മരുന്ന് കഴിക്കണം. ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് കറക്റ്റ് ടൈമിന് കറക്റ്റ് അതുപോലെ കഴിക്കണം. പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് ഗുരുതരമായ അവസ്ഥകൾ, സിറ്റുവേഷനുകൾ വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ആ ഫാർമ എന്ന സീരീസ് നിങ്ങൾ കാണണം എന്നുള്ളതാണ്. അപ്പൊ ഇനി എനിക്ക് പ്രത്യേകിച്ച് PR അരുൺ മീൻസ് എൻ്റെ സുഹൃത്ത് കൂടിയാണ്. ഞാനത് ഇത് ഇറങ്ങിയതിനൊക്കെ ശേഷമാണ് ഞാൻ ശരിക്കും അതിന്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത് തന്നെ. കാര്യം ഇതിന് മുന്നേ ഞാൻ ഇവൻ പരസ്യം കണ്ടിരുന്നു. അപ്പോഴും ഞാൻ അറിയുന്നില്ല അരുണാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന ആള് എൻ്റെ സുമാറ്റി, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഇഷ്ടമുള്ള എന്ത് പറയാൻ, ആ ആളിനെ വർണ്ണിക്കാൻ എനിക്ക് അറിയത്തില്ല. കാര്യം അത്രത്തോളം ഹൈറ്റിലാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആ ആളിനെ വെച്ചിരിക്കുന്നത്. സുമാൻറ്റി ഞാൻ പല വീഡിയോകളിലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പേരെന്ന് പറഞ്ഞത്. സുമാൻറ്റിയുടെ മകനാണ് PR അരുൺ. എന്തായാലും PR അരുണിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ പിന്നെയും പറയുന്നു. നല്ലൊരു കാര്യം എന്നല്ല, എടുത്തു പറയാവുന്നത് ഈ ഒരു ധൈര്യം. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസാണ് നിങ്ങൾ കൊടുത്തത് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഇതില് മുത്തുമണി മാം
മാമിനെയും എനിക്കറിയാം, നല്ലൊരു നൈസ് ക്യാരക്ടറാണ് എന്നുള്ളതാണ്. പിന്നെ രാജേന്ദ്ര സാർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ദർശനയുടെ ഫാദറാണ്, അതുപോലെ നീരജ മാമിൻ്റെ ഹസ്ബൻഡാണ് എന്നുള്ളത്. അപ്പോൾ സാറും അതുപോലെ തന്നെ ഞാൻ എറണാകുളത്ത് വന്നിട്ട് പരിചയപ്പെട്ടതിൽ വെച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമാണ് കേട്ടോ സാറുമായിട്ടും മാമുമായിട്ടൊക്കെ ഉള്ളത് എനിക്ക്. അപ്പോൾ സാറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ പരിചയപ്പെട്ടിട്ട് ഇത്രയും ഒരു പാവം മനുഷ്യൻ, ഒരു നൈസ് ക്യാരക്ടറുള്ള, സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും എത്ര ഒരു നല്ല മൈൻഡുള്ള ആളാണെന്ന് അറിയാം. എനിക്കത് ഇവിടെ പറയണം എന്നുള്ളതാണ്. ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ആള്, പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതും കൊണ്ട് എനിക്ക് പറയണം. അപ്പോൾ ഇത്രയും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് തന്നെ എന്തിനാണ്, നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞത്, ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ സീരീസ് മിസ്സാക്കരുത്, ദയവ് ചെയ്ത്. കാര്യം ഐ ആം എ ഫാർമസിസ്റ്റ്, ഞാൻ ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയിൽ നിങ്ങളെ നിർബന്ധിക്കുകയാണ് ഞാൻ ഈ സീരീസ് കാണാനായിട്ട്. കാരണം ഞാൻ ഫാർമസിസ്റ്റ് ആയ എനിക്ക് ആ ഫാർമസിസ്റ്റ് എന്നുള്ള ആ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ, നിങ്ങളിലേക്ക് എങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിക്കും, എങ്ങനെ പറയും, ഭയമാണ് ഞാൻ പറയാം, എനിക്ക് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അത് നിങ്ങളിലേക്ക് എങ്ങനെ ഞാൻ പറഞ്ഞു തരും, എങ്ങനെ എത്തിക്കും എന്നുള്ള ടെൻഷൻ എനിക്ക് ഇപ്പം തന്നെ മാറി കിട്ടി. എന്തായാലും അത് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട്, അറിയണം, ഇത് കാണുന്നതിലൂടെ അറിയണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി.